കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷും സുഭാഷും കൂടെ സംസാരിക്കാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ അവൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് ഒരു ചൂടുമില്ലാത്തത്? നീ ആകപ്പാടെ ഒരു തണുപ്പ് മട്ടിലാണല്ലോ എന്നൊക്കെ പറയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമേട്ട, അവൾ പോകല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ അവളുടെ കാലിലൊക്കെ വീഴണോ? അതിനൊന്നും ഈ സുധീഷിനെ കിട്ടത്തില്ല. അല്ലെങ്കിലും ഞാനും അവൾ തമ്മിൽ അങ്ങനെയുള്ളൊരു കല്യാണമൊന്നും അല്ലായിരുന്നല്ലോ. നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഏട്ടന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ തമ്മിൽ ശരിക്കുമുള്ള കല്യാണമായിരുന്നോ? രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതല്ലേ കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇതൊന്നുമില്ലാതെ അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിച്ച അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാട്ടോ സുധീഷ്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, നീ നല്ലോണം ഒന്ന് ആലോചിച്ചു നോക്ക്, അവളൊരു പാവം പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ സുധീഷിന്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. സുധീഷിന്റെ മനസ്സിൽ അവളും താനും തമ്മിലുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർമ്മ വന്നു. താൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതൊക്കെ. പിന്നീട് സുഭാഷ് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ടടാ, ഉറപ്പായിട്ടും അവൾ വീട്ടിൽ നിന്നും പോവാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്ത ആളായിരുന്നു അത് സുധീഷിന്റെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു. അങ്ങനെ അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറയും. അയാൾ വന്ന് പറഞ്ഞിട്ട് അതെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു പെൻഡ്രൈവ് കൊടുക്കും. ഈ പെൻഡ്രൈവിനകത്ത് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ പിന്നെ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആൽബമാക്കി തയ്യാറാക്കാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ സുധീഷ് സുഭാഷിനെ നോക്കി. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് ഏട്ടനാണെന്ന് പറയും. സുഭാഷ് മനസ്സിൽ ആലോചിച്ചു, ഇവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. അവൾ പോവാൻ പോവുകയാണ്, എന്തിനാ ഇങ്ങനെ ആൽബമൊക്കെ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ആൽബത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. ആൽബം ഇല്ലേ, ഇത്രയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെന്താ ആൽബം വേണ്ടേന്ന് ചോദിക്കാണ്. ആൽബം ഇപ്പൊ വേണമെന്ന് തോന്നുന്നില്ല. വേണോടാ സുധീഷ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഏട്ടന്റെ ഇഷ്ടമെന്ന് പറയാണ് സുധീഷ്. കാരണം ഇനിയിപ്പോ ആൽബം കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് എന്താവാനാ എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിന്റെ മനസ്സിൽ. അവൾ പോവാണെങ്കിൽ പിന്നെ ആൽബം കൂടെ മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. അന്നേരം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നിരിക്കാണ്. ഭാസ്കരൻ പറയുന്നത്, ആൽബം ഉണ്ടാക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീയൊക്കെ ഫോട്ടോ എടുത്തത്? അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, തൽക്കാലത്തേക്ക് ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും വേണ്ട. വേണമെങ്കിൽ ആൽബം വേണ്ട സമയത്ത് ഞാൻ അങ്ങ് പറഞ്ഞോളാം. അപ്പൊ തന്നാ മതി എന്നൊക്കെ പറയും. ശരിയെന്നും പറഞ്ഞു കൊടുത്തിനെ ആ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നിന്നും പോവാണ്. ആ സമയത്തിന് സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. സുധീഷിന്റെ കയ്യിൽ ആ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. ആ പെൻഡ്രൈവ് സുധീഷ് ഒന്ന് നോക്കി. എന്ത് ചെയ്യാനായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അത് ഒരൊറ്റ ഇറങ്ങായിരിക്കും താഴേക്കങ്ങ് ഇടുകയാണ്. ഭാസ്കരൻ അതെടുത്തു. ഇവർക്കിടയിൽ എന്തോ പറ്റിയെന്ന് ചിന്തയിലായിരുന്നു ഭാസ്കരൻ. പക്ഷേ സുധീഷിന്റെ മനസ്സിൽ അതിനേക്കാൾ വലിയ ടെൻഷനാണ്. നാളെ അവൾ ഇവിടെ നിന്നും പോവാണ്. നാളെ അവൾ എങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും? അതിനു മുൻപ് അവളുടെ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കണമെന്നൊരൊറ്റ ചിന്തമായിരിക്കട്ടെ സുധീഷിന്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ സുധീഷ് ആണെങ്കിൽ നിധി വാടകയ്ക്ക് നോക്കിയ ആ ഒരു വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിന്റെ ഓണർ പറയുന്നുണ്ട്, വാ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അല്ല ഇന്നലെ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്ന് വീട് നോക്കിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആ നോക്കിയിരുന്നു. അല്ല നിങ്ങളാണ് ഓണർ എന്ന് ചോദിക്കും. അതെ എന്ന് പറയാണ്. അതെ നിങ്ങൾ ആ പെൺകുട്ടിക്ക് വീട് കൊടുക്കാനൊന്നും പാടില്ല എന്ന് പറയാണ് സുധീഷ്. അത് കേട്ടപ്പോൾ ആ ഓണർ പറയുന്നുണ്ട്, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ടോക്കൺ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞതാണ്. ഇനി വീടൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി വീട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യം വല്ലതുമാണോ? അതൊന്നും നടക്കില്ല. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ നീ ഇതിനെ ഇടിച്ചു കൂമ്പാക്കുമെന്നൊക്കെ പറയും. അയാളന്നേരം ആകെ പേടിച്ചു പോയി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അതെ അവൾ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കറിയാമോ? ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ, എങ്കിൽ ഞാൻ പറയാം, അവൾ എൻ്റെ ഭാര്യയാണ്. ഭാര്യയോ? അതെ, വിശ്വാസം വരുന്നില്ലേ? പെട്ടെന്ന് തന്നെ ഫോണിന്റെ അകത്തുള്ള ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ സുധീഷ് അത് അവർക്ക് കാണിച്ചു കൊടുക്കാണ്. അവൾക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ വാടകയ്ക്ക് വീടെടുത്ത് മാറാമെന്ന് വിചാരിക്കുന്നത്. അതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ചു കൊടുത്തുകൂടാ. അങ്ങനെ എന്തെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി അങ്ങ് ഇറങ്ങേണ്ടി വരും. അതെല്ലാം കേട്ടപ്പോൾ അയാൾക്ക് ആകപ്പാടെ പേടിയായി. അയാൾ പേടിച്ചു കൊടുത്തിനെ പെട്ടെന്ന് ഫോട്ടോ അങ്ങ് തിരിച്ചു കൊടുത്തു. ഈ സമയത്തിന് സുധീഷ് പറയുന്നത്, അതെ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, നാളെ അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീടില്ലെന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെയാ? ടോക്കൺ അഡ്വാൻസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു കുഴപ്പമില്ല. വേറെ ഒന്ന് രണ്ട് പേര് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പോരാത്തതിന് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ മതി. ഒരു ഉപദേശം കൂടെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തോളാൻ പറയാം സുധീഷ്. സുധീഷിന്റെ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്ന് ചോദിക്കാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ മനസ്സിലെങ്കിൽ, സുധീഷ് പറഞ്ഞു, അങ്ങനെ മനസ്സിലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി. ഞാൻ ആരുടെ മോനാണെന്ന്? ഭാസ്കരന്റെ മോനാ ഞാൻ.
ഭാസ്കരന്റെ മോൻ ആരാ ഏതാ എന്നൊക്കെ ഭാസ്കരനെ കുറിച്ചും ആ വീടിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ കഴിയും. മര്യാദക്ക് നാളെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുവിട്ടോളണം, അല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. അത് കേട്ടപ്പോൾ അയാൾക്ക് ആകപ്പാടെ പേടിയായി. പണി പാളുമോ എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. പിന്നീട് സുധീഷ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാട്ടോ അവിടെ നിന്ന് പോകുന്നത്. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാനെന്തിനായി പേടിക്കുന്നത്? അവൾക്കിവിടെ മുറിയൊന്നും കിട്ടാൻ പോകുന്നില്ല, അവൾ ആ വീട്ടിൽ തന്നെ നിൽക്കണം, അതായിരുന്നു സുധീഷിന്റെ ആഗ്രഹം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞപ്പോഴേക്കും നിധി പുറത്ത് തുണിയൊക്കെ കഴുകി വിരിക്കുന്നുണ്ട്. അന്നേരം സുധീഷ് വന്ന് ചോദിച്ചു, ഇതെന്താ ഈ സമയത്ത് തുണിയൊക്കെ കഴുകി വിരിച്ചിരുന്നത് എന്ന്. അതെ, രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് പോവേണ്ടതില്ലേ എന്ന് ചോദിക്കാണ് നിധി. സുധീഷിന് അത് കേട്ടപ്പോൾ ആകപ്പാടെ വിഷമമായി. സുധീഷ് ചോദിച്ചു, അല്ല പോവൽ ഇത്ര നിർബന്ധമാണോ എന്ന് ചോദിക്കും. ഏയ് പോവാതിരിക്കാനൊന്നും പറ്റില്ല സുധീഷേ, എനിക്ക് എന്തായാലും പോവണമെന്ന് പറയാണ് നിധി. അല്ല നീ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ലല്ലോ. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, എൻ്റെ സ്വപ്നമാണ്, എനിക്കൊരു ജോലി വേണം. അധികം വൈകാതെ തന്നെ ഞാനൊന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുകയും ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ സുധീഷ് പിന്നെ ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. ആ സമയത്തിന് നിധി പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലേ എന്ന് ചോദിച്ചു. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നം? അല്ല അത് പിന്നെ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നുണ്ടല്ലോ, ഈ താലിമാല, അത് സുധീഷിന്റെ അമ്മയുടേതാണെന്നല്ലേ പറഞ്ഞത്? ഒരു പക്ഷേ ഇതുകൊണ്ട് ഞാൻ പോയാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കോ? സാരമില്ല, ഇത് ഞാൻ ഇവിടെ തന്നെ തരാൻ കേട്ടോ. ഞാൻ ഇത് കൊണ്ടൊന്നും പോകുന്നില്ല എന്ന് പറയാണ് നിധി. ഹോസ്റ്റലിൽ എനിക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ പിന്നെ വീടെടുത്ത് മാറി താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ വീട്ടിലെ ഓണറെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. എൻ്റെ കഴുത്തിൽ ഈ മാല കിടക്കുന്നത് കണ്ടിട്ട് അയാൾ എന്നോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല എന്നും പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുമാത്രല്ല ഇപ്പോൾ ഈ താലി കണ്ടിട്ട് പിന്നെ താലി ഇടാത്തത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അയാൾ പിന്നെ ചിലപ്പോൾ അതിനെപ്പറ്റി ചോദിക്കില്ലേ? അപ്പോൾ എന്തെങ്കിലും ഉടായ്പുണ്ടെന്ന് അയാൾക്ക് തോന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ നിധി. സുധീഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്കറിയാം സുധീഷിന്റെ മനസ്സിൽ എന്താണെന്ന്. സുധീഷ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. പിന്നെ ഈ മാലയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, അത് ഞാൻ തിരികെ തരാം. ഇതുകൊണ്ടൊന്നും ഞാൻ പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാണ് നിധി. സുധീഷിന് ഇതൊക്കെ കേട്ടപ്പോൾ ആകെപ്പാട് ടെൻഷനായി. പിന്നീട് നിധി അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. അന്നേരം നിധി അങ്ങോട്ടേക്ക് വന്നു. അന്നേരം ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും വന്നിരിക്കുകയാണ്. ആ സമയത്തിന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി ആഹാരം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയാണ് നിധി. അന്നേരം സുഭാഷിന്റെ ഫോണ് ബെല്ലടിച്ചു. സുഭാഷ് ഫോൺ എടുത്ത് സംസാരിക്കുന്ന ആ സമയത്തിന് നിധി അടുക്കളയിൽ നിൽക്കുകയാണ്. അന്നേരം ദോശമാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണ് സുഭാഷ്. സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ പരത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിധിക്കറിയത്തില്ലല്ലോ പരത്താനൊന്നും. ആ സമയത്തിന്റെ സുഭാഷ് കോൾ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന് ചോദിക്കും. അതെ, സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷേ എനിക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് നിധി. അന്നേരം സുഭാഷ് പറഞ്ഞു, അതെ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ദോശ എടുത്ത ഉടനെ തന്നെ ചട്ടി കൊണ്ടുപോയി മാവൊഴിക്കരുത്, ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സുധീഷ്. എല്ലാം കണ്ട് നിധിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്തിന് നികേഷും സുധീഷും കൂടി അങ്ങോട്ടേക്ക് വന്ന് മാറി നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും നോക്ക്, അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് കണ്ടോ, ഒരു ചായ പോലും നേരാവണ്ണം ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു. ഇപ്പോൾ സുഭാഷ് ഏട്ടനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സുധീഷിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതെ ഞാൻ പോയിട്ടൊന്ന് ഒരുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം തന്നെ കോളേജിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് പോവാണ് നികേഷ്. അന്നേരം നിധി സുധീഷിനോട് പറഞ്ഞു, അതെ ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവം തന്നെയാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല, ഇങ്ങനെയൊന്നും ദോശ ഉണ്ടാക്കിയിട്ട് പോലുമില്ല, ഞാൻ വീട്ടിലൊന്നും തന്നെ കൂടാറുമില്ല എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി നിധി, സാരമില്ല, നിധി പോയിരുന്നോ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാമെന്നൊക്കെ പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, എനിക്കിപ്പോൾ വിശക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയും. കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്, കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ സുഭാഷ് വഴക്ക് പറയണ നിധിയെ. അന്നേരം നിധി പറയുന്നുണ്ട്, അത് പിന്നെ ഈ സമയത്ത് സുഭാഷ് പറയുന്നത്, നാളെ മുതൽ ഇതൊക്കെ മിസ് ചെയ്യുമെന്ന് പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്ത്? അല്ല നിധി ഇത്രയും ദിവസം ഈ വീട്ടിലുണ്ടായിരുന്നതല്ലേ, നാളെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകപ്പാടൊരു ശൂന്യതയായിരിക്കും. ഇത്രയും ദിവസം നിധി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. എന്നേക്കാൾ കൂടുതൽ സന്തോഷമൊക്കെ തോന്നിയിരുന്നത് ആർക്കാണെന്നറിയാമോ?
നികേഷിനാണെന്ന് പറയാണ്. അവന്റെ കൂട്ടാണല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ നിധി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. നിധിക്ക് ആകപ്പാടെ വിഷമമായി അതൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഈ സമയത്തിന് നികേഷ് പോയി കണ്ണാടിക്ക് മുന്നിൽ നിന്നിങ്ങനെ ഒരുങ്ങാണ്. കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പോകണം. കുറച്ച് ദിവസം കൂടിയിട്ടാണ് കോളേജിലേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷ് മുറിയിലേക്ക് പോയി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഹരീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? നിന്നെ കോളേജിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് പോവാനായിട്ട് എന്നൊക്കെ പറയും. അന്നേരം ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങാണ് നികേഷ്. ആ സമയത്ത് ഹരീഷ് ചോദിച്ചു, എടാ നീ ഹാൾ ടിക്കറ്റ് മേടിക്കാതെയല്ലേ പോകുന്നത്? അതേനേ, പിന്നെ ഇത്രയൊക്കെ ഒരുങ്ങേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഹരീഷ് ഏട്ടന് പറയാം, എനിക്കല്ലേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ എന്നൊക്കെ പറയാണ് നികേഷ്. പിന്നീട് അങ്ങനെ നികേഷ് മാറ്റി ഒരുങ്ങിക്കൊണ്ട് നേരെ ഹാളിലേക്ക് വരികയാണ്. ഈ സമയത്തിന് നിധിയും സുധീഷും സുഭാഷും ഒക്കെ ഹാളിലുണ്ടായിരുന്നു. നികേഷ് സുഭാഷിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അനുഗ്രഹിക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എടാ നീ ഹാൾ ടിക്കറ്റ് മേടിക്കാനൊക്കെ പോകുന്നതല്ലേ? നന്നായിട്ട് എന്നെ പഠിച്ച് പാസ്സായി പരീക്ഷയ്ക്ക് എഴുതിയിട്ട് നീ വരുമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതെ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട. പിന്നീട് നിധിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ നിധി പെട്ടെന്ന് തന്നെ കാലങ്ങോട്ടേക്ക് വലിച്ചു. എന്താ നികേഷ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നിധി. അതെ, എനിക്ക് ഏട്ടത്തിയമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാണ് നികേഷ്. എടാ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയാണ് നിധി. പിന്നല്ലാതെ, അതെ എൻ്റെ ഏട്ടത്തിയമ്മയെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ്, എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തും കൂടിയാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര അധികം വിഷമമായി. പിന്നീട് നികേഷ് പറഞ്ഞു, അല്ല ഏട്ടത്തിക്കറിയാമോ, നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഒട്ടും തന്നെ വരാൻ ഇഷ്ടമില്ലായിരുന്നു. വീട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാ ദിവസവും ക്ലാസ് വേണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം അങ്ങനെ അവധി വന്നാൽ പോലും ഞാൻ ഓർക്കും എന്തിനാ ഈ അവധി തന്നേ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കോളേജിൽ പോയിട്ടില്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കര സന്തോഷാ. വന്നു കഴിഞ്ഞാൽ നിധിയേട്ടത്തി ഇവിടെ ഉണ്ടാവുമല്ലോ. നിധിയേട്ടത്തിയോട് കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരിക്കും. നേരത്തെ ഇതൊന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ ആകെ ഒരു മൂകതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. എനിക്കൊരു അനിയത്തിയോ ചേച്ചിയോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ. എനിക്കിപ്പോൾ ഈ വീട്ടിലേക്ക് വരാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. നിധിയേട്ടത്തി ഇവിടെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമാണെന്ന് നികേഷ് പറയുന്ന സമയത്ത് തന്നെ നിധിക്ക് വല്ലാതാവുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല സുഭാഷ് ഏട്ടാ, ഞാൻ കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ചേച്ചി വന്നതിന് ശേഷമാണ് ഇത് ശരിക്കും ഒരു വീടായത്. അതെ, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാട്ടോ. പോയിട്ട് വരുമ്പോൾ ചേച്ചിക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ നിധിയോട് പറഞ്ഞു. നിധി പതുക്കെ അങ്ങ് തലയാട്ടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ പെട്ടെന്ന് വരണേ എന്ന് പറയും. ഒരു 12 മണിക്കുള്ളിൽ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ്. ഈ സമയത്തിന് സുധീഷ് ഓർക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ മൊത്തം സെന്റിമെന്റലാണല്ലോ എല്ലായിടത്തും എന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സിൽ വിചാരിക്കും. അപ്പോഴേക്കും സുഭാഷ് വന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നിനക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കും. നിധി പറയുന്നുണ്ട്, ഏയ് ഇല്ല സുഭാഷ് ഏട്ടാ, പോവാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തായാലും പോയേ തീരൂ. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. സുഭാഷിന് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു വരികയാണ്. കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു സുഭാഷ് ഇങ്ങനൊരു സംഭവിക്കുമെന്നുള്ളത്. പിന്നീട് നിധി നേരെ മുറിയിലേക്ക് പോയി ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. സുധീഷും ഭയങ്കര ടെൻഷനായി നിൽക്കുമായിരിക്കും. ദൈവമേ, ഇവൾ ഇങ്ങനെ മാറ്റി ഒരുങ്ങിയിട്ട് ബാഗുമായി അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവൾക്ക് അയാളെങ്ങാനും റൂം കൊടുക്കുവോ? അങ്ങനെ അയാളെങ്ങാനും പറഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു കാര്യം, കട്ട പുകയായി മാറുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമായിരിക്കും സുധീഷ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ അതൊന്നും മുടക്കി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് മാത്രമായിരുന്നു സുധീഷിന്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ നിധി നേരത്തെ പറഞ്ഞുറപ്പിച്ച ആ ഒരു വീട്ടിലേക്ക് സുധീഷ് അവളെ കൊണ്ടുപോയി ആക്കണേ. അങ്ങനെ നിധി നേരത്തെ കണ്ടുറപ്പിച്ച ആ ഒരു വീട്ടിലേക്ക് സുധീഷ് അവളെ കൊണ്ടുപോയി ആക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.